ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അനിയ, നീ പറ, നിനക്കറിയാമോ? നിനക്ക് അഭിനയം താല്പര്യമുള്ള ആളായിരിക്കുമല്ലോ. ആക്ടർ എന്താണ്? ആക്ടർ അതിൻ്റെ ഒരു ഫുൾ ഫോം ഉണ്ട്, അറിയാം എന്താണ്? ACTOR. എന്താണത് പറയുന്നത്? ആക്ടർ. അതറിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആക്ടർ എന്നുള്ളത്. ഇത്രേ ഉള്ളൂ. A for action, C for concentration, T for talent, O for observation, R for rhythm. ഇത്രയും ഉള്ള ഏതൊരു വ്യക്തിക്കും അഭിനയിക്കാൻ ഈസിയാണ്. ആക്ഷൻ വേണം, ഇല്ലേ? പറ്റില്ലേ? കോൺസെൻട്രേഷൻ വേണം. കോൺസെൻട്രേഷൻ ഇല്ലാതെ നമുക്ക് ക്യാരക്ടറിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. ടാലൻ്റ് ഒരല്പം വേണം. അത് ഇതുപോലെയുള്ള ഓരോന്നിനുള്ള പോലൊരു ടാലൻറ്റ് മതി ടാലൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ. ഇങ്ങനെ ഒബ്സർവേഷൻ ചെയ്യാനായിട്ട് ഒരു നടന് ഇങ്ങനെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സിനിമ പോലൊന്നുമല്ല. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഹോളിവുഡിലെ ആക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ എന്താണ് ജീവിത ആ ഒരു യാത്രയിൽ ഒരു ചെയ്യുന്ന കൂടി വന്ന ഒരു 15-20 പടങ്ങൾ മാത്രമാണ് ഒരു നടൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ തിലകനൊക്കെ എത്രയാണ് ചെയ്യുന്നതെന്നറിയാം. ഇപ്പോൾ പ്രേം നസീർ 1000 അങ്ങനെ അടുപ്പിച്ച് പടം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ അങ്ങനെയുള്ള ആക്ടേഴ്സാണ് കൂടുതലും. അപ്പോൾ അവരുടെ ഇതിങ്ങനെ പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ അവരുടെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, ബാറ്ററി ഡിസ്ചാർജ് ആവുമല്ലേ. അപ്പോൾ അത് ചാർജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് എൻ്റെ അച്ഛൻ ചെയ്തിരുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ വർഷവും ഒരു നാടകം ഡയറക്റ്റ് ചെയ്യും.